ഉണ്ടാകണം. ഈ പ്രകൃതിയിൽ ജീവിക്കുന്ന ഞാനും ഈ പ്രകൃതിയിൽ ജീവിക്കുന്ന മറ്റോരോന്നും ഇതൊരു മനുഷ്യൻ ഉയർന്ന് അവൻ ഈ ലോകത്തിൽ കർമ്മം ചെയ്യുമ്പോൾ മാത്രമാണ് അവന് ധാരണ. ഈ ലോകത്തിലേക്ക് നീ വന്നത് എവിടെ നിന്നാണെന്ന് നീ അറിയുന്നുണ്ടോ? ഇനി ഈ ലോകത്തിൽ ഈ മനുഷ്യരീരത്തിൽ ഈ മനുഷ്യ ശരീരത്തിൽ എന്നുറപ്പാലാവതുണ്ടോ സഹജ? അതായത് ഈ പ്രകൃതി ജീവിക്കുന്ന നിന്നെ ഇന്ന് നിയമം മതിയാകൂ. അവിടെ നിനക്ക് ഈ കാണുന്ന ബന്ധങ്ങളൊന്നും നിന്നോടൊപ്പം നിലനിൽക്കുകയില്ല. ഒന്നും നിന്നോട് കൂടെ വരുന്നില്ല. ഏകനായി വന്നു പോയി വിളിച്ചപ്പോ കട്ട ആ മഹാചൈതന്യത്തിന് യാതൊരു ഭേദം ചെയ്യില്ല. യഥാർത്ഥത്തിൽ അതിന്റെ ഈ കാണുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ അനുഷ്ഠിക്കുന്നത് പോലെ നമ്മൾ ഭൗതികമായ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ആളുകളെ ഉദ്ദേശിക്കുന്നത് ജാതി മത വർണ്ണവർഗ വ്യത്യാസങ്ങൾ ഒന്നുമില്ലാതെ ഈ കാണുന്ന സമുദ്രം ഈശ്വരനെ അറിയുവാൻ തൊഴിലും കുടുംബങ്ങളും മാറിയും നടത്തിയും സ്ഥിതി ചെയ്യുന്ന വലിയമായ ശക്തിയെ അറിയിക്കുവാനൊക്കെ അനുവാദം എല്ലാ നദിയും സർക്കാരുകളും അറിയിക്കുകയാണ്. ഈ കർമ്മങ്ങളെല്ലാം നിലകൊള്ളുമാറാകട്ടെ. ഈ മഹനീയ ചൈതന്യം കൂടുതൽ പ്രചോദനമാക്കുവാൻ തക്കത്തിൽ പ്രവർത്തിക്കുക. ഇതിന്റെ ഫലത്തെ ഓരോരുത്തർക്കും സാധിക്കട്ടെ. സർവ്വലോക നാമനായിരിക്കും ജഗദീശ്വരൻ ഓരോരുത്തരെയും പുറകിൽ രണ്ടിപ്പോൾ തിളച്ചു വരുന്നില്ല. ബാക്കിലോട്ട് നിറഞ്ഞു നിൽപ്പുണ്ട്. എന്റെ ഭാഗമായി എത്ര മണിക്കാണ് എല്ലാം വേണ്ട പറ്റുള്ളൂ. ഇന്നോട്ട് 1500